റോമാലേഖനത്തിന്റെ 12-ാം അധ്യായത്തിൽ 1 മുതലുള്ള വചനം നമുക്കറിയാം. ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായിട്ട് സമർപ്പിക്കുവിൻ. അതായിരിക്കണം യഥാർത്ഥമായ ആരാധന. യഥാർത്ഥമായ ആരാധന ഒരുവൻ തൻ്റെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നതാണ്. ദൈവത്തിന് വസിക്കാൻ തക്കവണ്ണം വിശുദ്ധമായ ആലയമായിരിക്കണം നമ്മുടെ ശരീരം. നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ശരീരത്തെ നമ്മൾ വിശുദ്ധിയോടെ സൂക്ഷിക്കുന്നുണ്ട്. ദൈവാരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് ഒരുവൻ്റെ ഹൃദയത്തിൻ്റെ, ശരീരത്തിൻ്റെ ശുദ്ധത. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനം അനുസരിച്ചാണോ ഞാൻ എൻ്റെ ശരീരത്തെ കൊണ്ടുപോകുന്നത്? ശരീരത്തിൻ്റെ പ്രവണതകളെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിഗനിച്ചുകൊണ്ട് വിശുദ്ധിയുടെ പാതയിലൂടെ പോകണം. അതുകൊണ്ടാണ് തിരുസഭ കൂടെ കുമ്പസാരിക്കാൻ ദൈവജനത്തോട് ആവശ്യപ്പെടുന്ന മറ്റൊന്നുമല്ല, അനുദപിച്ച് കർത്താവിൻ്റെ തിരുരക്തത്താൽ തൻ്റെ ആത്മാവിനെ, തങ്ങളുടെ മനസ്സിനെ കഴുകപ്പെട്ട് കഴിയുമ്പോഴാണ് ദൈവ സാന്നിധ്യം ഒരുവൻ അനുഭവിക്കാൻ പറ്റുക.